ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്നും നമ്മൾ കുപ്പിയും തൊണ്ടൊക്കെ ആയിട്ടാണ് ഇന്നും വന്നത്. ഇന്ന് ഇന്ന് വെറൈറ്റി ഒരു കുപ്പി കിട്ടീനെ. അതിൽ ഇന്ന് നമുക്ക് ചെടിയൊന്ന് നടാം. ഇന്ന് വേറെ രീതിയിലൊരു ചെടി നടരാം കേട്ടോ ഇന്നത്തത്. അപ്പോൾ ഓരോ രീതിയിലും നടുന്നത് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് ഇതിലേക്ക് ഈ കുപ്പിക്കൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ കത്തി ചൂടാക്കിയിട്ടാണ് ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കത്തിയൊക്കെ നമ്മൾ ഒഴിവാക്കിയ കത്തിയാണ്. പിന്നെ നമ്മളിത് ചൂടാക്കി ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മളെ കൈക്കൊക്കെ പറ്റുന്നത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണേ. പിന്നെ മെഷീനൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്കതൊക്കെ വാങ്ങണം. കുറച്ചുകൂടിയും കഴിയട്ടെ. എല്ലൂടി ഇപ്പോൾ ഒന്നിച്ച് നടക്കൂലല്ലോ. ഇപ്പം നമ്മളെ കയ്യിലുള്ളതൊക്കെ വെച്ച് അങ്ങോട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് ചെയ്തിട്ട് റെഡിയായി വന്നതിന് ശേഷമാണ് നമുക്ക് എന്താണ് അങ്ങനത്തെ മെഷീനും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റുക കേട്ടോ. ഇപ്പം കണ്ടില്ല അതാ എല്ലാ ഹോൾസൊക്കെ ഇട്ട് ഞാൻ റെഡിയാക്കി ഇവിടെ വെച്ചിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് എന്താണ് ചെടികൾ നടണം. ഓരോ രീതിയിലായിട്ട് നട്ട് നോക്കുക എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പം നമ്മൾ നടാൻ വിചാരിച്ച ചെടി ഇതാണ് കേട്ടോ. ഈ ചെടീൻ്റെ പേരെന്താണെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഒരു മിക്കവാറും ചെടീൻ്റെ ഇതുണ്ടല്ലോ, ചെടീൻ്റെ പേരും എനിക്കറിയില്ല. ചെടികൾ ഇങ്ങനെ നടുന്നല്ലാതെ ചെടികളെ പേര് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അറിയണവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കുക. അപ്പം നമുക്കും അറിയാമല്ലോ. പിന്നെ നമ്മളിങ്ങനെ നടുക എന്നല്ലാതെ ചെടീൻ്റെ പേരൊന്നും അറിയാത്തതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ കമൻ്റായിട്ട് പറയാൻ പറഞ്ഞത്. അപ്പോൾ അതാ ഈ ഹോൾസിലേക്കൊക്കെ ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓരോ ചെടി ഇങ്ങനെ ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഈ ചെടിക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നല്ല കളർ, നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെത്. ഇതുപോലത്തെ ചെടികൾ ആരൊക്കെ കയ്യിലുള്ളത് അതും കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ ഈ ഹോൾസിലൊക്കെ ഇങ്ങനെ ഓരോ ചെടികൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് കണ്ടില്ലേ ഇതൊന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ കാണിച്ചു തരാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇതുപോലെ വെച്ചപ്പോൾ തന്നെ നല്ലൊരു ഭംഗി കേട്ടോ. വേഗം പിടിക്കുകയും ചെയ്യും കേട്ടോ. ഇതാണ് നമ്മളെ മണ്ണ്. ഇനി നമുക്ക് അതിലേക്ക് നിറച്ച് കൊടുക്കണം കേട്ടോ. ഇത് നമ്മളെ കിച്ചണിലുള്ള ഉള്ളിത്തൊണ്ടും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മണ്ണാട്ടോ. നമ്മളൊന്നും ഒഴിവാക്കിയാൽ എല്ലാം കൂടി നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് അതൊരു വളമാണല്ലോ, ജൈവ വളമാണല്ലോ. അപ്പോൾ ഓരോന്ന് അങ്ങനെ ഉണ്ടാക്കി വെക്കും കേട്ടോ. ഇതാ അപ്പം നമുക്കിതിലേക്ക് കുറച്ചുകൂടി മണ്ണ് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഫുള്ള് ഇതുപോലെ ടാക്കി വെച്ചേ. ഇങ്ങനെയുണ്ട്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഇങ്ങനെയൊക്കെ ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെടിയൊക്കെ എല്ലാവരും ഒന്ന് നട്ട് നോക്കണ്ടിട്ടോ. പിന്നെ മുകൾ ഭാഗത്തും ഇതുപോലെ ഒരു ചെടിയുടെ നട്ട് കൊടുത്തിട്ടോ. ഇങ്ങനെ നട്ടപ്പം തന്നെ നല്ലൊരു ഭംഗിയില്ലേ. ഇനി ഇത് ഉണ്ടായാൽ ഇത് തിങ്ങി നിറയെ ഇങ്ങോട്ട് ഉണ്ടാകുമ്പോൾ എന്തൊരു ഭംഗിയായിരിക്കും കാണാൻ. അപ്പം നമുക്ക് നമ്മളെ രീതിയിൽ പല രീതിയിൽ നമ്മൾ നട്ട് പിടിപ്പിച്ച് നോക്കുക എങ്ങനെ ഉണ്ടാവും ഉള്ളതെന്നൊക്കെ നിങ്ങൾക്ക് ഇന്ന് കാണും ചെയ്യാമല്ലോ. വെറൈറ്റി ആയിട്ട് ഇങ്ങനെ നട്ട് നോക്കുക കേട്ടോ. ഞാൻ അതൊക്കെ കാണുമ്പോൾ ഒരു ഭംഗിയാണല്ലോ. അപ്പോൾ അത് നടുന്ന രീതി നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലൊക്കെ ഒന്ന് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഒഴിവാക്കിയ ബോട്ടിലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇതുപോലത്തെ പല രീതിയിലുള്ള ചെടികളൊക്കെ ഒന്ന് നട്ട് നോക്കേണ്ടി. പിന്നെ അധികം സ്ഥലത്തിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മൾ ബോട്ടിലുകളിലൊക്കെ നടുകയാണെങ്കിൽ കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് എത്ര ചെടികൾ നടാം. ഓരോരുത്തർക്കും പിന്നെ എല്ലാവർക്കും ഒരുപാട് സ്ഥലവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. കുറഞ്ഞ സ്ഥലങ്ങളൊക്കെ അല്ലേ ഉള്ളത്. അപ്പോൾ ഉള്ള സ്ഥലത്ത് ബോട്ടിലൊക്കെ നട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. നമുക്കൊരു ഗാർഡന് നമ്മളെ വീട്ടുമുറ്റത്ത് തന്നെ ഒന്ന് സെറ്റാക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഇതാ ഞൊക്കെ റെഡിയാക്കി വെച്ച്. ഇത് നമുക്ക് ഇനിയൊരു വേറെ സ്ഥലത്തേക്കൊന്ന് മാറ്റി വെക്കട്ടോ. കണ്ടില്ലേ ഞാൻ അപ്പോൾ അതെടുത്ത് ഇങ്ങനെ കൈ വെച്ചപ്പോൾ തന്നെ എന്ത് ഭംഗിയിലേത്. കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പം ഈ ബോട്ടിലുകളൊന്നും ഇനി ഒഴിവാക്കണ്ട. പിന്നെ അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഈ ചെടി എടുത്തിട്ട് ഇവിടേക്കൊന്ന് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടേക്കാട്ടോ വെക്കുന്നത്. പിന്നെ നമുക്കിത് മഴ കൊള്ളാത്തടത്ത് കുറച്ച് ദിവസത്തേക്കൊന്ന് നമ്മൾ മാറ്റി വെക്കണം. എന്നിട്ട് ഉണ്ടായതിൻ്റെ ശേഷം നമുക്കൊന്ന് വേറെ സ്ഥലത്തേക്കൊന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ഇവിടേക്കൊന്ന് വെച്ചത് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്. ഓക്കേ.